ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീൽസിന്റെ റിയാക്ഷൻ വീഡിയോ, ട്രെയിലറിന്റെ റിയാക്ഷൻ വീഡിയോ, തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ വീഡിയോ എടുക്കുന്നു, പാപ്പറാസീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇതേ സമയത്ത് യൂട്യൂബ് തീരുമാനിച്ച് ഈ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസിനൊന്നും ഇവർ പൈസ കൊടുക്കുന്നില്ല എന്ന് ഇവരെന്തായാലും തീരുമാനിച്ചു. സോ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കൂടെ ഒരു റിയാക്ഷൻ വീഡിയോ, ഇവരെന്തായാലും ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിയാക്ഷൻ വീഡിയോ കൂടി എടുത്ത് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഞങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? നീ പറ. 800. നമ്മളെ 800 പേരിലാന്ന് നമ്മളെ ഈ റിയാക്ഷൻ വീഡിയോ എത്തിക്കാൻ പോകുന്നത്. കറക്റ്റ് തന്നെ? അതെ. ഒന്നുകൂടെ പറയാം. വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞങ്ങൾ ഞെട്ടിക്കോളാം. നിന്റെ വിഷയം എന്തുവാ? ചുമ്മാ വൈറലാകാൻ വേണ്ടി കണ്ടവന്മാരെല്ലാം ചെയ്ത വീഡിയോ എല്ലാം എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവസാനം വൈറലായിരിക്കും ഇങ്ങനെ. നീ റെഡിന്ന് നേരത്തെ പറഞ്ഞില്ലേ ചോദിച്ചപ്പം? ഇവന് റെഡി പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നു. പിന്നെ ഓക്കെ. ഫസ്റ്റ് വീഡിയോ എടുക്കും. ആ വീഡിയോ നമുക്ക് എടുക്കാം. നമ്മുടെ റിസർച്ച് ടീം കുറച്ച് റിയാക്ട് ചെയ്യാനുള്ള വീഡിയോസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസിലോട്ട് പോവാം. റിസർച്ച് ടീമിനെ പറ്റിയും കൂടെ അത്രയൊക്കെ ഉള്ളൂ. നമ്മളിനി നേരെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകുന്നു. അടുത്തോട്ട് വന്നു റിയാക്ഷൻ വീഡിയോ. അടുത്ത വീഡിയോയിലേക്ക് പോകാം. ശരിക്കൊന്നുമില്ല, അത് കൊള്ളാം. എടാ നീ നോക്ക്, 1.1 മില്യൺ. അത് കൊള്ളാം. 32 മില്യൺ വ്യൂസ്. എന്റെ വിഷയം അവള് കൊള്ളാം. പക്ഷെ ഇത് എന്തോന്ന് അജിന്റെ 3.5 കോടി ജനങ്ങൾ കിട്ടുന്നില്ല. കാണിച്ചാ തീരെ. അജിന്റെ പടക്ക് എത്ര വ്യൂസ് കിട്ടുന്നില്ല. അവള് പക്ഷെ അവള് കാണിക്കുന്ന വേറെയാണ്. ഔട്ട്ഡോർ പോയി കുലുക്കി പറ്റത്തുള്ളൂ. നീ നിന്റെ പട കാണിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ നിന്റെ പട കാണിക്കും. ഉടനെ അവ അത് പൊക്കുന്നത് നമുക്കറിയണ്ടേ എത്ര. എടാ ഞാൻ പറയണ ഈ അരഞ്ഞാണോ നമ്മുടെ ചാറ്റ് പറയും നിന്റെ പടക്ക് റേറ്റിംഗ്. കമന്റ് പറയൂ. 100 കമന്റ്സ് വരാണെങ്കിൽ അജിൻ വട കാണിച്ചു. 100. എടാ പോടാ. Voel het voor me, voel het aan. Proeven zal je zoete laag, 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 laag. Oh yeah. Voel het. പറടാ പറ. 1.7 മില്യൺ ഉണ്ട് ഇതിന്. നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്റെ ഷർട്ട് ഊരണായിരുന്നു വിഷയം. ഇവളെ ചുണ്ട് നീ കാണിരും പിന്നെ. എനിക്കിത് വരത്തില്ല. നീ കാണിക്കേ. ഈ ലോവർ ലിപ്പ് അകത്തോട്ട് കടിക്കും. എനിക്കിത് വരൂല. എടാ ലോവർ ലിപ്പ് നീ അകത്തോട്ട് കടിക്കും. വന്നാ പഠിച്ച പക്ക. ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് പക്ഷെ ഇതെന്തോന്ന് ഇത് വിഷയമൊന്നുമില്ല. അവക്കും ചെറിയ മീശയൊക്കെ ഉണ്ടല്ലോ. അർജുൻ നീയൊക്കെ വീഡിയോ കാണാനല്ലേ ഇരിക്കുന്ന? അതല്ലേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മോശം. അജിനെ നിനക്ക് എന്താ ഇങ്ങനത്തെ കണ്ടന്റ് വരുന്നത് എപ്പോഴും? ഓ ഇതെന്റെ നിന്റെ റിസർച്ച് ടീം കൊണ്ടുവന്നതാണ്. ഓ അത് കിട്ടുമോ? നൈസ്. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇല്ലേ? ഇല്ലാതെ കണ്ട ഉടൻ തുടങ്ങി ചുമ്മാ നടക്കുന്നു. 180 മില്യൺ വ്യൂസ്. ഇതെന്റെ ഫേക്ക്. ഇവന്റെ അല്ല നിന്റെ. മറ്റേ അക്കൗണ്ട് പോടാ. ഇത് ലൈക്ക് അടിക്കണ്ടെന്ന് പറഞ്ഞ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നീ. എടാ അടുത്ത നമ്മള് മ്യൂസിക്കൽ വീഡിയോ ആണോ? അരി മ്യൂസിക്. എടാ നമ്മളെ പാട്ട് പാടുന്ന എടുത്തോണ്ടല്ലോ. ആ പിന്നെ റാപ്പല്ലേ? ക്യാമറയുടെ ബാക്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രം റാപ്പർ RR. പക്ഷെ ഈ പയ്യൻ എനിക്ക് തോന്നുന്നു അവൻ ഇതിനെ കാട്ടി പാടുമല്ലേ? നിന്നെ കാട്ടി പാടും എന്നെ കാട്ടി പാടും. ശരിയാണ്, പാടും അത്യാവശ്യം. കാണാം, നമുക്ക് വീഡിയോ വരുന്നുണ്ട്.
What's up my gang? Welcome to hood. Pune chirip kara dekho wonder dude. Mego gangs and their I'm next to real chirp baju. Every young was we love you all. What's up my gang? Welcome to hood. Pune chirip kara dekho. ഈ പെണ്ണുങ്ങളെ വിഷയം ഇത് നോക്ക് അവള് നീ ചോറുണ്ടാക്കി നടക്കണവളല്ലെന്ന് അജിനെ ഇതെന്റെ മാത്രം പ്രശ്നമാണെന്തോ. അജിൻ ഞാൻ പറയുന്നത് നീ ഒരു ട്രാൻസിഷൻ ഇല്ലേ? എടാ നീ എന്തോ നിന്റെ വിചാരം എന്തുവാണ്? ഇതൊക്കെ വൈറലാവട്ടെ അജിന്. അജിന് ഒരു ട്രാൻസിഷൻ വിളിക്കും. ഇതൊക്കെ എന്തോ നോക്ക് 2 മില്യൺ ഇവിടെ കഷ്ടപ്പെട്ട് കനാകുന്നി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കിട്ടിയത് 5000 വ്യൂസ് 50 ലൈക്ക്. ഇതില് നോക്കിയ ചില വർഷന്റെ ലൈക്ക് ഒക്കെ കാണാം. നേരത്തെ കണ്ടിട്ടുള്ള ഞാൻ പറയുന്നത് നീ അതൊരു ട്രാൻസിഷൻ വിളിക്കും. ട്രാൻസിഷൻ ഐഡിയ ഒന്ന് പറഞ്ഞാണ്. നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മീശ പോവും, ഇങ്ങനെ നോക്കുമ്പോ താടി പോവും. നീ എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഐഡിയ എന്താണ്? ട്രാൻസിഷൻ വീഡിയോ ഇത് കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ മീശ പോവും വരുന്ന എനിക്കത് ചെയ്യാറില്ല. അതൊന്നുമില്ല, അത് നിന്റെ നോർമൽ വീഡിയോ എടുക്കുന്നു, അതേ ഇങ്ങനെ പൊക്കുന്ന എടുക്കുന്നു. എന്നിട്ടാണ് കൈ താക്കുമ്പോഴത്തേക്കും നിന്റെ മീശ പഠിച്ചിട്ടായിരിക്കും നീ അടുത്ത കൈ താക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു പറയുമ്പോ അവന് കുറച്ചുകൂടെ ചെയ്യാ, നമുക്ക് ചെയ്തു കൊടുക്കാല്ലേ. വേണമെങ്കിൽ ചെയ്യാം. കളഞ്ഞിട്ട് പോടാ. എന്റെ റിസർച്ച് ടീം മൊത്തം പെണ്ണുങ്ങൾ തന്നെ. ഇച്ചിരി വിമൺ എംപവർമെന്റ് നീ കാണിക്കും. ഇതെന്തായി? അത് നീ എങ്ങനെ ചെയ്യുന്ന? വല്ലതും കടിച്ചതായിരിക്കാം. ഇതെന്തോ ഹനുമാൻ അഭിനയിക്കുന്ന നീ ബോഡി ഞാൻ ചെയ്യും. നീ വാ നോക്ക്. എടാ വല്ലതും കടിച്ചതായിരിക്കാം, അലർജി വല്ലതായിരിക്കാം. എന്റെ ബുദ്ധി അതുവരെ പോകുന്നുള്ളൂ. അത് ആർട്ടിഫിഷ്യൽ ഫേക്ക്. ഇതെന്തോ ലിപ് ലിഫ്റ്റ്. എടി ഇവളെന്തോ സീരീസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ചുണ്ടിങ്ങനെ കുഞ്ഞിനെയൊന്നും അല്ല മുഖം. കുതിര ഉമ്മ വെച്ചാൽ മതി. എടാ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇതില് നീ ഏതായിരിക്കും? ഇത് രണ്ടും ചിന്തിച്ച് ഞാൻ ഇതൊന്നും നീ ഇതിൽ ഏതായിരിക്കും? അച്ഛൻ നീ ഇതല്ലേ? ഞാൻ നിന്റെ അടുത്താണ് ചോദിച്ചത്. ഇതാണ് ഞാൻ തന്നെ ആയിരിക്കും. നിന്റെ 52ാമത്തെ വയസ്സിൽ നീ എങ്ങനെയായിരിക്കും? ഇപ്പൊ എങ്ങനെയാണോ അതേപോലെ. ഐ മീൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം. ബൈ ക്യാഷ് ബി റിച്ച്. അങ്ങനെ മനസ്സിലാക്കട. ഇത് കാശ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിലും കാശ് മാത്രമല്ല മാറ്റർ. പിന്നെ ഈ ഇരിക്കുന്ന ആരും നിനക്കറിയാമോ? അതാരാ? ആരാ അറിയില്ല. നിനക്കറിയോ? എനിക്കറിയാം. ചിലപ്പോ അതായിരിക്കും അവർ ഉദ്ദേശിച്ചെങ്കിലാ. ഇപ്പുറത്തേക്കുന്ന ആരെന്നറിയാമോ? ശില്പ ശെട്ടി. അറിയാല്ല. അറിയാം. ചിലപ്പോ അതും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലാ. പിന്നെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ എന്തിന്? മണി മാറ്റേഴ്സ്. മണി മാറ്റേഴ്സ്. പക്ഷെ ഫെയിം കണ്ട. ഈ അമ്മച്ചി എവിടെ വെക്കുന്ന? ഈ അമ്മച്ചി കണ്ടിട്ടില്ല. രണ്ടമ്മച്ചി തന്നെ. ഞാൻ നമുക്ക് അടുത്ത വീഡിയോ ആണ്. അടുത്ത അടുത്ത വീഡിയോ